കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫാർമസിയിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന പരാതി. പ്രസവശേഷം അയൺ ഗുളികയ്ക്ക് പകരം പ്രമേഹത്തിനുള്ള ഗുളിക നൽകിയെന്നാണ് പരാതി. 24 ദിവസം ഗുളിക മാറി കഴിച്ച വൈക്കം സ്വദേശി ഷൈനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. ഷൈനിയുടെ ഭർത്താവ് സനീഷ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും പരാതി കൊടുത്തു. പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സൂപ്രണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 22-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോയത്. ഡിസ്ചാർജിൽ കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇവിടെ ഒപ്പിയുടെ ഫാർമസിയിൽ ചെന്ന് മേടിച്ചു. അവത്തിൽ അയൺ ഗുളിക 2 നേരം കഴിക്കാനുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ മേടിച്ച് നമ്മൾ പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച ഇടയ്ക്ക് ഇതേപോലെ ക്ഷീണങ്ങൾ വരികയും ചെയ്ത് തുറവൂർ ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞ് കൊച്ചിന് ഇതായിട്ട് കൊച്ചിനെ അവിടെ കൊണ്ട് കാണിച്ചു. വേറെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ 2-3 ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കൊച്ചു കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് രാത്രി. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ 16-ാം തീയതി കൂടുതൽ ക്ഷീണമായിട്ട് കണ്ണിനൊരു മൂടലൊക്കെ ആയിട്ട് തുറവൂർ ആശുപത്രിയിൽ നിന്ന് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഈ കീട്ടും പിന്നെ മരുന്നുകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് മരുന്ന് മാറിയെന്ന് നമ്മൾ അറിയുന്നത്. അതായത് ഷുഗർ താഴാനുള്ള ഗുളികയാണ് അയൺ ഗുളികയ്ക്ക് പോലും തന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞ ശേഷം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ് ഇവിടെ വന്ന് 17-ാം തീയതി അഡ്മിറ്റായി. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഗുളിക മാറിപ്പോയാന്ന് തന്നെ അവർ പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് അവർ എന്നോട് സമയപ്പോഴാണ് ചോദിച്ചു, ഡേറ്റൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ക്യാമറ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് എപ്പോഴാണെങ്കിലും നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറയും. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് ചേർന്നു. ജോസി, എന്താണ് ഇത് സംഭവിച്ചതെന്നാണ് ഇവരുടെ പരാതി? അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? നിഷാദെ, കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതിയായിരുന്നു ഷൈനിയുടെ പ്രസവം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് ശേഷം 22-ാം തീയതി ഷൈനി ഡിസ്ചാർജായി പോവുകയും ചെയ്തു. അപ്പോൾ ഫാർമസിയിൽ നിന്നും വാങ്ങിയ മരുന്ന് അത് മാറി ലഭിച്ചു എന്നതാണ് ഇവരുടെ പരാതി. വൈക്കം ടി.വി.പുരം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് സൈജു. ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോലീസിലും ഗാന്ധിനഗർ പോലീസിലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഏകദേശം ജൂൺ മാസം 17-ാം തീയതി വരെ ഇവർ 24 ദിവസത്തോളം ഈ അയൺ ഗുളികയ്ക്ക് പകരം ഷുഗർ കുറയുന്നതിനുള്ള മരുന്ന് കഴിച്ചു. ആ മരുന്ന് കഴിച്ചതുകൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഷൈനിക്ക് ഉണ്ടായി എന്നതാണ് ഷൈനി പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ശാരീരിക ക്ഷീണം, അവശത, അതോടൊപ്പം തന്നെ കാഴ്ചമങ്ങ് അടക്കമുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പ്രസവത്തെ തുടർന്നുള്ള മറ്റ് പ്രയാസങ്ങളായിരിക്കുമെന്നാണ് ആദ്യം ഇവർ കരുതിയത്. പല ആശുപത്രികളിലും ചികിത്സ തേടി ഒടുവിൽ ഷൈനിയുടെ സ്വദേശമായ ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലുള്ള സർക്കാർ ആശുപത്രിയിൽ തന്നെ എത്തുകയും അവിടെ വെച്ച് അവിടുത്തെ ഡോക്ടർ നിലവിൽ കഴിക്കുന്ന മരുന്നുകളുടെ കുറിപ്പടിയും മറ്റ് മരുന്നുകളും കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ മരുന്നുകൾ കാണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അയൺ ഗുളികകൾക്ക് പകരം ഷുഗർ കുറയുന്നതിനുള്ള മരുന്നാണ് കഴിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായത്. എന്തായാലും ഗൗരവ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരാതി പരിശോധിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇവരെ അറിയിച്ചിരിക്കുന്നത്. ജോസി ബാബുവാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് പ്രസവശേഷം യുവതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന പരാതി പരിശോധിക്കുകയാണ് മെഡിക്കൽ കോളേജ്.